ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ എന്താ പയറരിയണ വിചാരിക്കും. ചായക്കടിയൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേന്ന് ആയിക്കാരം വിചാരിക്കുന്നത്. അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് തിരക്കിട്ടൊരു പോവാനുള്ള ദിവസമാണ്. അപ്പോൾ ഒരു കല്യാണം ഉണ്ട് 9:30ക്കാണ്. ഞങ്ങളെ കൂടെ ഉള്ള ഞങ്ങളെ ചങ്സിലുള്ള ഒരു ടീച്ചറെ മോളെ കല്യാണമാണ്. അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പില്ല. അവിടെ ഉമ്മയും അസിയാക്കൊക്കെ ഉള്ളതുകൊണ്ട് ചോറും ഒക്കെ ആക്കി വെച്ചിട്ട് വേണമല്ലോ പോകാൻ. അപ്പം പയറൊക്കെ വേഗം അരിഞ്ഞ് വെക്കണേ. ചായക്കടീൻ്റെതൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ടൈം 6:30 ആയിട്ടുള്ളൂ. പിന്നെ ബോട്ടിയാണ് വെക്കാമെന്ന് വിചാരിച്ചത്. ബോട്ടി കഴുകി വൃത്തിയാക്കിയതുണ്ടായിന് ഫ്രിഡ്ജിൽ തന്നെ. അപ്പോൾ ബോട്ടിക്കുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് തൊലിച്ചുകൊണ്ട് വെക്കണത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തലേന്ന് തന്നെ തൊലി കളഞ്ഞ് വെച്ചാണെങ്കിൽ ഇപ്പോൾ ഈ നേരമില്ലാത്ത നേരത്തൊരു പണി ഉണ്ടാവില്ല ഇനി. അപ്പോൾ അത് ഞാൻ മറന്നു പോയതാണ്. ചില കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ ചെയ്ത് വെക്കലുണ്ട്. രാവിലെ തന്നെ പോകാനുണ്ടാകുമ്പോൾ അതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കലുണ്ട്. പിന്നെ നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഗ്യാസ് ഉണ്ട്, പക്ഷേ ഇപ്പം കൂടുതൽ അടുപ്പുമ്മലാണ് ഉപയോഗിക്കൽ. ഗ്യാസിൻ്റെ പ്രശ്നം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് അടുപ്പുമ്മലാണ് വെക്കൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചോറിന് അരിയിട്ട് അതൊക്കെ കഴിഞ്ഞ് അലക്കാനുള്ളതായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അലക്കാൻ മെഷീനൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ മെഷീനിൽ വല്ലാതെ ഇടലില്ല. എനിക്കിഷ്ടമല്ല മെഷീനിലിടാൻ. അങ്ങനെ അതൊക്കെ ഓരോന്ന് ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഓരോന്നാവും. അപ്പോഴത്തേനും അടുപ്പത്ത് വെക്കാനുള്ളത് വേറെ വെക്കും. അങ്ങനെ ചോറൊക്കെ വെന്ത് ചോറ് ഊറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അടുപ്പത്ത് തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് അടുപ്പ് കത്തി കിട്ടിയാൽ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചാൽ ഓർഡറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം റെഡി സെറ്റാക്കി വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പയർ അരിഞ്ഞ് വെച്ചതുകൊണ്ട് തന്നെ എനിക്കത് പെട്ടെന്ന് വെക്കാനായി. ഇനിയിപ്പോൾ നമുക്ക് ബോട്ടിക്കുള്ള എല്ലാം ഇതും ഇട്ട് കൊടുക്കട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-2.5 സ്പൂണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണിൻ്റെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഉലുവ ഇതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വെക്കണത്. പിന്നെ ബോട്ടിയൊന്നും വെക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. വെള്ളം ബോട്ടിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. നമ്മൾ വേവിക്കണ സമയത്ത് അതിൽ തന്നെ ഒരുപാട് വെള്ളം കൂടി വരും. അപ്പോൾ പിന്നെ അതിങ്ങനെ കുഴച്ച് വെച്ചാൽ മതി. പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇത് അയൺ ചെയ്യാൻ നിൽക്കട്ടെ. അതിൻ്റെ ടാഗ് ഞാൻ പറിച്ചിട്ടില്ല. ഇനി അയൺ ചെയ്യണ സമയത്താണ് ടാഗ് പറിച്ചില്ലല്ലോ എന്നുള്ള ഓർമ്മ. ഇതുവരെ കവറിൽ ഇനി കൊണ്ടുവന്ന് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഈ ഡ്രസ്സ് എടുക്കാൻ പോണ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ 16K ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ കസവ കേന്ദ്രയിൽ നിന്നാണ് ഇതെടുത്തത്, എല്ലാവരും കൂടി ഒരു സെറ്റായിട്ട്. അപ്പോൾ ഞാൻ ബസ് കാത്തുക്കാൻ വേണ്ടിയിട്ട് അങ്ങാടിക്ക് പോകുന്നതാട്ടോ. അങ്ങനെ എനിക്ക് കൊണ്ടോട്ടി ബസ് കിട്ടിയിട്ടുണ്ട്. കൊണ്ടോട്ടി എല്ലാവരും റെഡിയായി വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ മാത്രമേ എത്താൻ ലേറ്റായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഷാനുവിൻ്റെ അമ്മ. ഇത് പിന്നെ ഞങ്ങളെ കൂടെയുള്ള ടീച്ചർ തന്നെ, സൗദ ടീച്ചർ. പിന്നെ കൊണ്ടോട്ടി ഫെസ്റ്റ് ആണല്ലോ, അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം തോന്നി. പിന്നെ ഞങ്ങൾക്ക് കല്യാണം ഉള്ളത് മുണ്ടമ്പലത്താണ് കേട്ടോ. കൊണ്ടോട്ടിയിൽ നിന്ന് എടവണ്ണപ്പാറ റൂട്ടിന് ബസ് കയറിയിട്ട് അങ്ങനെ പോകലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. ഇതാണ് കല്യാണപ്പെണ്ണിൻ്റെ അമ്മ. ആ ചുവപ്പ് ചുരിദാറിട്ട ആളെ കണ്ടില്ലേ, അതാണ് കല്യാണപ്പെണ്ണിൻ്റെ അമ്മ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിക്കാഹിൻ്റെ സമയത്ത് എത്താൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ നിക്കാഹ് 10:30ക്കാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ബസ് പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് തന്നെ വേഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നിൽക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒരു 9:30-10 മണി ആയപ്പോഴത്തേനും ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിക്കാഹിനുള്ള ആളുകളൊക്കെ എത്തി സെറ്റായി റെഡിയായി. ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ഫുഡൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അവിടെ ഇരിക്കണം. ഞങ്ങളെ കൂട്ടത്തിലുള്ള 4 ആളുകളോട് വരാനുണ്ട്. ഞങ്ങൾ 4 ആൾക്കാരെ എത്തിയിട്ടുള്ളൂ. ഒരാൾ പിന്നെ വരുന്നില്ല, ബാക്കി 4 ആളുകളുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ചുരിദാർ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ആ കല്യാണത്തിന് ഞങ്ങൾ 8 ആൾക്കാരുണ്ടായിരുന്നു. 9 ആളുകളുണ്ട്. ഈ 9 ആളുകളും ഇതിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ലൊരു ഇഷ്ടപ്പെട്ട കളറും ആയതുകൊണ്ട് ഈ ചുരിദാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടീന്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകട്ടെ. നിക്കാഹൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നവരൊക്കെ ചോറ് തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. പിന്നെ കല്യാണ വീട്ടിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് പോയാൽ ഓരോരുത്തരെ ഒറ്റക്കായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കൂലല്ലോ. അപ്പോൾ ഞങ്ങളും അതേപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റിയ ടേബിൾ നോക്കിയതാണ് കേട്ടോ. അവിടെ അപ്പുറത്തൊക്കെ സീറ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ഒരുമിച്ചിരുന്ന് വയ്ക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു വൈബുള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നതാണ്. ഭക്ഷണം അവിടെ മന്തി, ചിക്കൻ മന്തിയും അതേപോലെ കുട്ടൻ ബിരിയാണി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ
പിന്നെ ഇത് നിർബന്ധമാട്ടോ എനിക്ക്, ഞാനിത് നല്ലപോലെ കഴിക്കും, അതിനനുസരിച്ചിട്ടുള്ള തടിയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മധുരത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, അപ്പോൾ ഞാൻ നല്ലോണം കഴിക്കലുണ്ട്. പിന്നെ സ്റ്റേജിൽ ചെക്കനും പെണ്ണൊക്കെ ഉള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, പിന്നെ ഒരു ഫാമിലി ഫോട്ടോകളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മുണ്ടംകുളത്തുള്ള മലബാർ കോൺവക്കേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിലായിട്ട് ഞങ്ങൾ പോയിരുന്നത്. പിന്നെ ഇതാണ് അമീറ ടീച്ചർ ഇപ്പോൾ വരുന്നുള്ളൂ, ചെറിയ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഓരോ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുകയാണ് ഇവിടെ. വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും ഇതൊക്കെ തന്നെയല്ല ഇപ്പോൾ നമ്മളെ കല്യാണത്തിലൊക്കെ ഉള്ളത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നിട്ട് ഇപ്പോൾ കല്യാണം കഴിച്ചാൽ മതിയെന്ന്. കുറേ നേരം ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കിയിട്ട് ഓരോന്ന് കറങ്ങണ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ഷോർട്ടൊക്കെ ഇടാൻ വിചാരിച്ചിട്ട് പോയി നോക്കിയതാണ്. പക്ഷേ എത്ര ആയിട്ടും കറങ്ങണില്ല. അപ്പോൾ അവസാനം കാല് കടഞ്ഞപ്പോൾ ഞാനിവിടെ വന്നിരുന്നു. അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിൽ വേറെ ഒരാളും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ, സൈനോ ടീച്ചർ. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് നേരം വൈകിട്ടായിട്ടും എത്തിയിട്ടുണ്ട്. ഇതാണ് ചെക്കനും പെണ്ണുള്ളതാണ്. ഇനി ഞങ്ങളെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ നടക്കുന്നത്. ഞങ്ങളെ കൂട്ടത്തിൽ രണ്ടാളും കൂടി ഉണ്ട് കേട്ടോ, ഓൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഒരാൾക്ക് സുഖമില്ലാതായി, ഭയങ്കര പ്രതീക്ഷയോടെ നിന്നതായിരുന്നു, പക്ഷേ സുഖമില്ലാതായതുകൊണ്ട് വരാൻ പറ്റാത്ത ടെൻഷനിലിരിക്കണം ഒരാൾ. ഇത് പിന്നെ സാവ ടീച്ചറെ പണിയാട്ടോ. ഞങ്ങൾ രാവിലെ വന്നിരിക്കണ്ടല്ലോ, 9:30 കല്യാണത്തിൻ്റെ ഇതിൽ വന്നിരിക്കണോണ്ട് സാവ ടീച്ചർ പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയാണ്ട് ഇളനീൻ ജ്യൂസ് കുടിക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു കടയ്ക്ക് വന്നാട്ടാ. അപ്പോൾ ചെന്നപ്പോൾ ആ കടയിൽ ഇളനീൻ ജ്യൂസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോന്നു. ഇവിടെ തന്നെ ഉണ്ടല്ലോ വെൽക്കം ഡ്രിങ്കിൻ്റെ ബാക്കികളൊക്കെ, അപ്പോൾ അതൊക്കെ കുടിക്കാതിരിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും 2:30 ആയപ്പം കല്യാണ വീട്ടിൽ നിന്ന് പോകുന്നിട്ടാണ്. ടീച്ചർ ഞങ്ങളോട് കുറേ പറഞ്ഞു, നിങ്ങൾ പുതുക്കൊക്കെ പൊയ്ക്കോളി, പുതിയണ്ണിൻ്റെ കൂടെ പൊയ്ക്കോളി ഉണ്ടെന്നൊക്കെ. പക്ഷേ കൊടുവള്ളി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോകുന്നതാണ്. കൊടുവള്ളിയിലൊക്കെ തിരിച്ചെത്തുമ്പോൾ ഒരുപാട് ടൈം ആവില്ല വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മുണ്ടംകുളത്ത് നിന്ന് ബസ് കയറി കൊണ്ടോട്ടിക്ക് ബസ് കയറിയതാണ് കേട്ടോ. കൊണ്ടോട്ടിയിൽ നിന്ന് കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലേക്കും ബസ് കയറി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഒരു 3:30 ആയപ്പം വീട്ടിൽ